ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊന്തപ്പത്തിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം മറിയം അനുഗ്രഹദായക എന്നതാണ്. മറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുഗ്രഹദായക എന്ന് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനേകരുടെ ജീവിതം അതിന് സാക്ഷ്യം വഹിക്കുന്നു. നമുക്കറിയാം, ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നിത്യരക്ഷയാണ്. മത്തായിയുടെ സുവിശേഷം 16:26 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? പറയുണ്ട്, നിത്യരക്ഷയാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഒരു ക്രിസ്ത്യാനി കാണേണ്ടത്. ഇതിന് ആവശ്യമായ ചില കാര്യങ്ങൾ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നിത്യരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങൾ. 1, മറിയത്തെ സ്നേഹിക്കുക. 2, മറിയത്തിൽ വിശ്വാസം അർപ്പിക്കുക. 3, മറിയത്തോട് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശരിക്കും നമുക്ക് രക്ഷ നൽകുന്നത് യേശുക്രിസ്തുവാണ്. രക്ഷ യേശുവിലൂടെയാണ്. പക്ഷേ ഈ രക്ഷയുടെ ഇടനിലക്കാരിയായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം, ദ കോ-റിഡംട്രിക്സ്. പറയുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നതും അമ്മയിൽ വിശ്വാസം അർപ്പിക്കുന്നതും അമ്മയോട് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു കാര്യത്തിന് സഹായമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ 2 വിശുദ്ധരെ എടുത്തുകൊണ്ട് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന, അവരിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിലൊരു വിശുദ്ധൻ വിശുദ്ധ ഡൊമിനിക്ക, 2ാമത്തെ വിശുദ്ധൻ വിശുദ്ധ അലൻ ദി ലാ റോഷ്. ഈ 2 വിശുദ്ധരും ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ജപമാല ചൊല്ലുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ. അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് കേട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജപമാല ചൊല്ലുന്നവർ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നവർ ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കും എന്നുള്ളത് ഈ വിശുദ്ധർ അസന്നിഗ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. 1, പ്രത്യേക സംരക്ഷണവും മഹാകൃപകളും അവർക്ക് ലഭിക്കും. ഇംഗ്ലീഷിൽ പറയുന്നത് സിഗ്നൽ ഗ്രേസസ്. പരിശുദ്ധ അമ്മയെ ആദരിച്ച് സ്നേഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് സിഗ്നൽ ഗ്രേസസ്, പ്രത്യേക സംരക്ഷണവും മഹാകൃപകളും. 2ാമത്തെ കാര്യമാണ്, കൃപയുടെ അടയാളങ്ങൾ അവർ കാണും. ദൈവത്തിൻ്റെ കൃപ അവരിൽ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അടയാളങ്ങൾ ഇവർക്ക് ഇവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും. 3ാമത്തേതാണ്, നന്മയും സൽപ്രവൃത്തികളും അവരിൽ തഴച്ചു വളരും. ദൈവമക്കളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, നന്മയും സൽപ്രവൃത്തികളും നമ്മിൽ തഴച്ചു വളരണം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായിക്കും. 4, മരണസമയത്ത് സ്വർഗീയ മധ്യസ്ഥൻ്റെ സഹായം അവർക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും ഒരു സ്വർഗീയ മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥൻ്റെ സഹായം, പരിശുദ്ധ അമ്മയുടെ ആ സഹായം, ഇതെല്ലാം നമുക്ക് ലഭിക്കും. 5ാമത്തെ കാര്യമാണ്, നരകത്തിനെതിരായ ആയുധമായിരിക്കും ചൊല്ലുന്ന ജപമാല. അത് അധർമ്മത്തെ തകർക്കും, പാപം കുറയ്ക്കും. ജപമാല ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വിശുദ്ധർ പഠിപ്പിച്ചിരിക്കുന്നത്. 6ാമത്തെ കാര്യമാണ്, ലോകത്തിൻ്റെ പൊങ്ങച്ചങ്ങളിൽ നിന്ന് മോചനവും നിത്യസമ്മാനത്തിന് അർഹതയും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മരിയ ഭക്തർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. 7ാമത്തേത്, അവർക്ക് ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകില്ല, അവർ നശിച്ചു പോകില്ല. 8ാമത്തെ കാര്യമാണ്, അവർ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കില്ല, അപ്രതീക്ഷിത മരണം അവർക്ക് സംഭവിക്കില്ല. 9ാമത്തേതാണ്, ജീവിതത്തിലും മരണത്തിലും ദൈവകൃപ അവർക്ക് ലഭിക്കും. 10ാമത്തെ കാര്യമാണ്,
ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അതിവേഗം അവർക്ക് മോചനം ലഭിക്കും. 11, സ്വർഗത്തിൽ വലിയ മഹത്വം അവർക്ക് ലഭിക്കും. 12ാമത്തെ കാര്യമാണ്, ഭൗതിക ആവശ്യങ്ങൾ പോലും അവർക്ക് സാധിച്ചു കിട്ടും. 13, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ അവർക്ക് സഹായം ലഭിക്കും. 14, അവർ എൻ്റെ മക്കളും യേശുവിൻ്റെ സഹോദരങ്ങളുമായിരിക്കും. 15ാമത്തെ അവസാനത്തെ അനുഗ്രഹമാണ്, അന്ത്യവിധി നാളിൽ അവർക്ക് പരിഗണന ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ദിവസവും ജപമാല പ്രാർത്ഥിക്കും, ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കുകയും ചെയ്യും. അതിനുവേണ്ട ഒരു ബോധ്യം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നൊവേന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇന്ന് കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത്, ജീവിതത്തിൽ പല മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട്. കുടുംബങ്ങളും അതുപോലെ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ. നമുക്ക് ആ തടസ്സങ്ങളെല്ലാം മാറുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവമാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. വാത്സല്യനിധിയും കരുണ നിറഞ്ഞവളുമായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ വഹിച്ച് സ്വർഗത്തിൽ എത്തിക്കണമേ. ഞങ്ങളുടെ ശരീരവും ആത്മാവും അശുദ്ധമാകാതിരിക്കാനും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തീരുമാനങ്ങളും അങ്ങയുടെ തിരുക്കുമാരന് പ്രീതികരമാകാനും ഞങ്ങളെന്നും സത്യമാർഗത്തിൽ നയിക്കപ്പെടാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ അമ്മേ, ദൈവമാതാവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളിലെ എല്ലാ തിന്മയും അശുദ്ധിയും അകന്നു പോകാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയ കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മ ഞങ്ങൾക്ക് തുണയാകണമേ. അമ്മയുടെ വിശ്വാസ ചൈതന്യവും പരസ്നേഹവും ശുശ്രൂഷ മനോഭാവവും സഹനശക്തിയും ഞങ്ങൾക്ക് ലഭിക്കാനും അമ്മയെപ്പോലെ ഞങ്ങളും ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരാകാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അതെല്ലാം ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.